ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇപ്പോൾ പാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വ്ളോഗാണ്. ഒത്തിരി ലേറ്റായിപ്പോയി ഇടാനായിട്ട്. നമുക്ക് ഒരുപാട് സമയം ഒന്നും ഇല്ല ഓരോ ദിവസവും. കാരണം പിള്ളേർ രണ്ടുപേരും വളർന്നു വരും തോറും നമുക്ക് ഒരാൾ മാത്രമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഒരുപാട് ടൈമൊന്നും കിട്ടുന്നില്ല. അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് തലേ ദിവസത്തെ ആണ്. ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താം എന്ന് വിചാരിച്ചാണ്. അപ്പം ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. ഇസ ഫോട്ടോ എടുക്കാനും ഒക്കെ. അത് വണ്ണെന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ കൂടി അവൾക്ക് കയ്യിൽ എടുത്ത് കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ നമ്മൾ പറയുന്ന ആ രീതിക്ക് അവൾ നിൽക്കണില്ല. അവളിങ്ങനെ ചെറുപറാ കിടന്ന് ഓട്ടമാണ്. അപ്പം എങ്ങനെയൊക്കെയോ ഒരു ഫോട്ടോഷൂട്ട് നടന്നു എന്ന് പറയാം. അങ്ങനെ കുറച്ച് ഇതൊക്കെ നടന്ന് പിന്നെ അവൾ ഉറങ്ങിയ സമയത്താണ് ഞങ്ങൾ ബലൂൺസും കാര്യങ്ങളും അങ്ങനെയൊക്കെ വീർപ്പിക്കാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സർപ്രൈസ് അവൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത്. അപ്പോൾ അതുപോലെ സാധിച്ചു. അങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം വീർപ്പിച്ചും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിച്ച് വോളിൽ സെറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ കിടന്നപ്പോൾ ഏതാണ്ട് ഏകദേശം 2-2:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അത്രയും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയി കിടന്നത്. രാവിലെ എഴുന്നേറ്റത് ഞാൻ അലാറം വെച്ച് വേഗം ഞാൻ എഴുന്നേറ്റ്. അവൾ എപ്പോഴും എഴുന്നേറ്റ് 5-5:30 ആകുമ്പോഴാണ് അവൾ എഴുന്നേക്കാറ്. അപ്പോൾ ആ ടൈമിന് മുന്നേ ഞാൻ പോയി എഴുന്നേറ്റ് അവൾ സർപ്രൈസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അവൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ അവൾക്ക് ബലൂൺസും പിന്നെ പൂച്ചയും എല്ലാം കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമായി. പിന്നെ അവൾക്കായിട്ട് ഒരു ബാസ്ക്കറ്റ് അതെന്തെങ്കിലും ചെയ്യണം. കാരണം ഇസയ്ക്കും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ അകത്തിരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കാതിരിക്കാനായിട്ടുള്ളതാണ് ഞങ്ങൾ മാക്സിമം നോക്കുന്നത്. അപ്പം വാളിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ അവർ ബോളിട്ട് കളിച്ചോളൂല്ലോ എന്ന് വെച്ചിട്ട് അത് ഞാൻ കുറച്ച് ഇങ്ങനെ പതുങ്ങി അതിൽ വെച്ചപ്പോൾ അവളത് കണ്ടുപിടിച്ചു. ബലൂൺസ് എല്ലാം നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവളത് കണ്ടുപിടിച്ചു. അപ്പോൾ അതൊരു അവൾക്കൊരു ഗിഫ്റ്റായിട്ട് കാണുന്നത്. അപ്പം ഇസയുടെ ബർത്ത്ഡേക്ക് ഇതുപോലൊരു വെറൈറ്റി കാര്യങ്ങളും ഈ വെറൈറ്റി കണ്ടുപിടിച്ചത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാട്ടോ. ഫ്രണ്ടാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ചെയ്ത് നോക്ക്, വെറൈറ്റി ആയിരിക്കുന്നു. പക്ഷേ ഇത് ഇസയുടെ ബർത്ത്ഡേക്ക് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇനി അവളുടെ 3rd ബർത്ത്ഡേ വരുവാണ്. അന്ന് ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ തീമിൽ തന്നെ അവർ സെറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഊണും കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കിയത്. ചെറിയൊരു ഊണായിരുന്നു. തലേദിവസം തന്നെ വാഴയിലയൊക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വാട്ടി കുറച്ച് പരിപ്പ് കറി, പപ്പടം, പായസം, അങ്ങനെ ചെറിയൊരു ഊണ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഇരുത്തി എങ്ങനെയെങ്കിലും കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് മാക്സിമം നോക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇപ്പം ആ സമയത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ ഉറങ്ങിയ ടൈമിൽ ഇവളുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഇവൾക്ക് ഇത്തയോട് ഞാൻ പറഞ്ഞു മോളെ വായിൽ വെച്ച് കൊടുത്ത്, വാവയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ വായിൽ തന്നെ വെച്ച് കഴിച്ചു. പിന്നെ രണ്ടാമത് നിറക്കിയിട്ട് ഇതിപ്പോൾ രണ്ടാമതും കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തതേ വാവയുടെ ബർത്ത്ഡേ ആണ്, കൊടുക്കടാ എന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾ എന്നാൽ വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കാണ് പോയത്. ബീച്ചിലേക്ക് പോയി. ബീച്ചാണ് ഇവരുടെ മെയിൻ വിനോദം എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു ഹാപ്പി പ്ലേസ് ഉണ്ടെങ്കിൽ അത് ബീച്ചായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ ബീച്ചിൽ മണ്ണ് വാരുവോ, ഇസയ്ക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളിയും മേളമൊക്കെയാണ്. അപ്പോൾ വാവ അങ്ങനെ ആയിരുന്നില്ല. വാവ ആ സമയത്ത് കുഞ്ഞായിരുന്നു. ഇപ്പം നടന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പം ആൾക്കും ഇഷ്ടപ്പെട്ടു. ആദ്യമേ വെള്ളമൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മണ്ണൊക്കെ വാരി പൂശി ഒരു വിധത്തിൽ പിന്നെയാണ് ഇവരെ ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ വാഷ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാഷ് ചെയ്ത് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെയും അവിടെ തൊട്ടടുത്തൊരു ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിലൊക്കെ പോയി. അവരുടെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഈ ദിവസത്തെ മെയിൻ വലുതെന്ന് പറയുന്നത്. സോ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതാ ഇന്നത്തെ വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.